നേരെ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അവിടെ തട്ടിപ്പ് നടത്തിയത് ജനശ്രീ മിഷൻ വഴിയാണ്. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പുനത്ത് മുഹമ്മദ് അലി കൂട്ടുമാവുള്ളതിലുമെതിരെ പരാതി വന്നിരിക്കുകയാണ്. സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതിയിൽ പറയുന്നു. കോഴിക്കോട് ജനശ്രീ മിഷൻ വഴിയും പാതിവില തട്ടിപ്പ് നടന്നതായാണ് പരാതി. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പുനത്ത് മുഹമ്മദ് അലി കൂട്ടുമാവുള്ളതിനെതിരെയാണ് പരാതി. ഹോണ്ട ആക്ടിവ 125 സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയതായി പരാതിയിൽ പറയുന്നു. ഇതിനായി 64,000 രൂപ ജനശ്രീ ചെയർമാൻ വാങ്ങി. സ്കൂട്ടർ നൽകാത്തതിനു പിന്നാലെ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൈമലർത്തിയതായും പരാതിക്കാർ പറയുന്നു. എത്ര രൂപയാണ് നിങ്ങൾ കൊടുത്തത്? 64,000. കോട്ടൂർ ജനശ്രീ മണ്ഡലം ചെയർമാൻ മുഹമ്മദ് അലി. അവര് പറഞ്ഞത് പാതി വിലയ്ക്ക് സ്കൂട്ടർ തരാമെന്നതാണോ? അതെ, പൈസ തിരിച്ചു തരാൻ റീഫണ്ട് ചെയ്യാൻ ഒരു ഫോം പൂരിപ്പിച്ചെടുത്തേക്ക് അത് മാർച്ച് മാസം ലാസ്റ്റ് തിരിച്ചു തരുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വണ്ടിയില്ല, പൈസ 6 മാസമായല്ലോ. ഒരുപാട് പരാതികളുണ്ടോ അവിടെ? അവിടെ ഞാൻ 70ാമത്തെ നമ്പർ. 69 പരാതികൾ നിലവിലുണ്ട് അല്ലേ? 69 മേലുണ്ടാവും. ഓ, അതൊക്കെ ഈ ജനശ്രീ മിഷൻ മുഖേനയാണോ? ജനശ്രീന്റെ മണ്ഡലം ചെയർമാൻ മുപ്പർക്ക് ഒരു ഷോപ്പ് ഉണ്ട് കൂട്ടാലിട, വാകയാട്, പൂനത്ത് തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ജനശ്രീ മിഷൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബാലുശ്ശേരി കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടന്നതായാണ് പുറത്തുവരുന്ന വിവരം. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.